ജയിക്കും എന്നൊരു ഉറപ്പ് ഇവിടെ വന്ന് ഉണ്ടായിരുന്നു. കാരണം ബാക്കി പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കണമല്ലോ. അപ്പം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇവിടെ നിന്ന് ജയിക്കും. വളരെ കൂളായിട്ട് പോയിട്ട് എഴുതി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇങ്ങനത്തെ എക്സാം അത്രയും കൂളായിട്ട് പോയി എഴുതുന്നത്. ഇവിടെ മോക്കിന് നല്ല ടഫ് മെറ്റീരിയൽസ് ആണ് തരുന്നത്. കാരണം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അത്രയും നന്നായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് റെക്കോർഡ് സ്കോറിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഇത് ചെയ്ത് പഠിച്ചതും കൊണ്ടാണെന്ന് തോന്നുന്നു എക്സാം ചെയ്യുന്നപ്പോഴത്തേക്കും എല്ലാം സിമ്പിളായിട്ട് തോന്നി. പ്രിയങ്ക മാമിൻ്റെ ഒക്കെ സ്പീക്കിംഗ് ഡിസ്കഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഹരീഷ് സാറിൻ്റെ ആണെങ്കിൽ റൈറ്റിംഗ് കറക്ഷൻ, ഒരു തവണ റൈറ്റിംഗ് കറക്ഷൻ കിട്ടിയാൽ നമ്മൾ ലെറ്റർ പക്കയാണ് ഉറപ്പ്. സാറ് പറഞ്ഞ സാറിൻ്റെ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് തരുന്ന ടൈമിൽ നിന്നും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മോക്ക് എഴുതുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഞാനത് വിട്ടേ പോയി. പിന്നെ റിസൾട്ടിൻ്റെ ആ തലേദിവസം ആയപ്പോഴാണ് നമ്മളിത് ഓർത്തത്. പപ്പയാണ് പറഞ്ഞത് എല്ലാം ബി ഉണ്ട്, ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര എന്താ കാണിക്കണമെന്ന് അറിയാൻ അന്നാത് ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊന്ന് വന്നതാണ്. ആരോടാ പറയേണ്ടത്, വീട്ടിലും അല്ലല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു.